ഹലോ. സോ ഇന്ന് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കളർഫുൾ ഫീനിക്സിൻ്റെ ഇതാണ്. നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഔട്ട്ലൈനാണ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ. സോ ഇതാ ഇങ്ങനൊരു ലൈൻസ് കൊടുക്കണ്ട്. ഓക്കെ, ഒരു ആർച്ച് ഇങ്ങനെ. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഇതാ ഇങ്ങനൊരു ബോഡി പോലത്തത് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ഈ ഉടുപ്പൊക്കെ വരയ്ക്കുന്ന പോലെ കേട്ടോ. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഇതെല്ലാം വളരെ ലൈറ്റായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പുറത്തെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. എന്നിട്ട് ഫേസ് വരുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ശരിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇങ്ങനെ ഒരു ബീക്ക് കൊണ്ടുവന്നു. അത് ബീക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹെഡ് കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. ബീക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചൊന്നിങ്ങനെ ഹെഡ് കൊണ്ടുവരിക. എന്നിട്ട് ആ ഹെഡിന് ഇതാ ഇങ്ങനെ ഒന്ന് ഇവിടെ 3-4 ഇങ്ങനെ പെറ്റൽസ് വരുമല്ലോ ബേർഡിന്. ഇങ്ങനെ ഒരു ഭാഗമായി. ഇനി ചിറകിൻ്റെ ഭാഗം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി ഇവിടെ നിന്ന് നല്ല മുകളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇതിങ്ങനെ നല്ല വിങ്സ് വിടർത്തി നിൽക്കുന്ന പോലെ. ഇനി അവിടെ നിന്ന് ഒരു ലെയർ. വീണ്ടും യു സ്റ്റാർട്ട് നെക്സ്റ്റ്. വീണ്ടും അതിനെ താഴത്തേക്ക് കൊണ്ടുവരിക. 2 3 4. ഇനി അത് കൊണ്ടുവരേണ്ടത് ഇത് ഇവിടം വരെയും കൊണ്ടുവരണം. ഇങ്ങനെയാണ് അതിൻ്റെ ആർച്ച് പോണത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലുമായിട്ടാണ് ആ വിങ്സ് വരേണ്ടത്. നമുക്ക് ഓരോ ലെയറായിട്ട് വരയ്ക്കാം. ഇനി ഇവിടെ അതിൻ്റെ ലെഗ് വരും. ലെഗ് നമ്മളിതാ ഇങ്ങനെ 2 1 2 3. ഓക്കെ, 1 2 3. അത് അങ്ങനെ ഇരുന്നോട്ടെ. ഇത് പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഭംഗിയാക്കി ചെയ്യും കേട്ടോ. ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കളറ് വെച്ചിട്ട് തന്നെ ഇത് വരച്ച് പോവാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗത്തു നിന്നാണ്, ഏറ്റവും താഴെ നിന്നാണ്. അപ്പോൾ താഴെ ഞാൻ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത്. നമ്മൾ ഫീനിക്സ് മൾട്ടി കളർ ഫീനിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് വരച്ചെടുക്കാം. 1 ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇതിനെ നല്ല കേവ് പോലെ കൊണ്ടുവന്നിട്ട് ഒരു ലെയർ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു അടുത്ത ലെയർ വന്നു കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെയാണ് അടിഭാഗം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു റഫായിട്ട് വളരെ റഫായിട്ട് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ വരച്ചിട്ട് ഈ അറ്റത്ത് നന്നായി ഷെയ്ഡ് ചെയ്യാം. പിന്നെ താഴത്തേക്ക് അതിനെ വളരെ ലൈറ്റാക്കി കൊണ്ടുവരികയാണ്. കണ്ടോ?
ഇനി സെയിം വിത്ത് ഈ ഒരു കോൺ, ഇവിടെ നമ്മളതിനെ ഡാർക്ക് ആക്കിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡിങ്ങോട് കൂടി ആ ഒരു വി ഷേപ്പിൽ തന്നെ ഷെയ്ഡിങ് പോകണം കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് അതിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പുറത്തും ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു. അതായത് എൻഡിൽ എപ്പോഴും നല്ല ഡാർക്ക് ഷെയ്ഡും നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അതിന് ഇങ്ങനെ വരും. ആ ഒരു ഓഷ്യനൊക്കെ കയറി വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇതുപോലെ. ഇതിന് നമുക്കൊന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ലെയർ 1 ഇസ് കംപ്ലീറ്റ്. ഡോംസിൻ്റെ ഈ ഒരു കളറാണ് യൂസ് ചെയ്യുക, സിയാൻ പോലത്തെ ഒരു കളർ. ഓക്കെ, അത് ഞാനിങ്ങനെ ഈ ബ്ലൂവിൻ്റെ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊണ്ടുവരും മുകളിലേക്ക്. അപ്പം ഈ ബ്ലൂവിൻ്റെ ഷെയ്ഡും ഉണ്ടാവും, ഒപ്പം ഈ സിയാൻ്റെ ഷെയ്ഡും വരും. സെയിം വിത്ത് എല്ലാ ഫ്ലോറിലും, എല്ലാ ലെയേഴ്സിലും കേട്ടോ. അവിടെയും കൊടുത്തു. ഇനി ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ട്. ദാറ്റ് കളർ ഇസ് ഓൾസോ ഓവർ. അത് ത്രൂ ഔട്ട് എല്ലാവിടെയും ഒരു ഷെയ്ഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല സ്കൈ, ഈ ഒരു ഗ്രീനില്ലേ ഏറ്റവും ലൈറ്റ് യെല്ലോ, അതെടുക്കുകയാണ്. അതും എടുത്തിട്ട് ഒരു ലെയർ അതും കൊടുക്കുക ഇതിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടി, ആ 3 കളറിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്കവിടെ കറക്റ്റായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന യെല്ലോ കളറാണ്, നല്ലൊരു യെല്ലോ. ആ യെല്ലോ ഞാൻ
ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും കൊടുക്കുകയാണ്, ഈ ഒരു ഫുൾ സെറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട്. ഇപ്പോൾ യെല്ലോ കൊടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്കേർട്ട് പോലെയല്ലേ അത് ഫീൽ ചെയ്യണത്, ഒരു എന്താ പറയുക, നമുക്കൊരു ഫെദർ പോലെ ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത് നമ്മൾ അടുത്ത വർക്കിലാണ് അത് ചെയ്യുക. ദാറ്റ് ഇസ് ഐം ഗോണ ടേക്ക് മൈ ഓറഞ്ച്. ആ ഓറഞ്ച് എടുത്തിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ബോർഡറൊക്കെ വരയ്ക്കാൻ തുടങ്ങും. കണ്ടോ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓറഞ്ച് വെച്ചിട്ട് വരച്ചിട്ട് ഞാനവിടെ ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലും ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡിങ് ഞാൻ ഇങ്ങനെ കൊടുക്കും. യെല്ലോയിലേക്ക് നന്നായി ഒന്ന് ഇറങ്ങി 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 ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡിങ്. ആദ്യം ഈ ഓറഞ്ച് നമ്മൾ ഫസ്റ്റ് ബോർഡറിൽ ഇട്ട് കൊടുത്തു. ഈ ബോർഡറിൽ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയിൽ ഇങ്ങനെ ഓരോ ലൈൻസ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് യെല്ലോയിൽ പകുതി ഇറങ്ങി മുകളിലേക്ക് ഓറഞ്ചിൻ്റെ ഷെയ്ഡിങ് കൊടുക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മേജർ കളർ ഇസ് റെഡ്. ഓക്കെ, റെഡിന് ഇനി വലിയൊരു ഭാഗമുണ്ട്, നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഈ റെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ത്രൂ ഔട്ട് ഏരിയ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വി ഹാവ് ഒരു ബോർഡർ കളറുണ്ട് വിച്ച് ഇസ് റെഡ്. ഇനി ആ റെഡിന് നമ്മളിങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡിങ് ഈ രണ്ടറ്റത്ത് മാത്രം കൊടുക്കും ഫസ്റ്റ്. കാരണം നമുക്കുള്ളിൽ കളറില്ല, അപ്പോൾ കളർ വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ബോർഡർ ഇവിടം വരെ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബോർഡർ മാത്രം റെഡ് കൊടുത്തതിന് ശേഷം ഓറഞ്ച് എടുത്തു. ഓറഞ്ച് എടുത്തിട്ട് ആ റെഡിൻ്റെ മുകളിൽ കൂടെ തന്നെ അടുത്തൊരു വലിയൊരു ലെയർ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ റെഡിലേക്കും കയറി എന്നാൽ ഓറഞ്ചും ഉണ്ട് എന്നുള്ള രീതിയിൽ സെയിം ഈ സൈഡ് കേട്ടോ. ഇനി ഞാൻ ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡുണ്ട് നമ്മുടെ കയ്യിൽ, അതെടുത്തിട്ട് ഇതിൻ്റെ നടുവ് ഭാഗം കൊടുക്കും. ഡോംസിൻ്റെ സെയിം കളർ പാക്കറ്റിൽ വരുന്നതാണിത്. അത് ഇങ്ങനെ നടുവിൽ കൊടുക്കും. നടുവിൽ കൊടുത്തിട്ട് ഒന്നുകൂടെ ഈ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ചിന് ഇറക്കും. ഇറക്കെന്ന് പറഞ്ഞാൽ ഒരു ലെയറും കൂടെ രണ്ട് വശത്തും നന്നായി ഡാർക്ക് ഓറഞ്ച് കൊടുക്കും. ആൻഡ് ദെൻ വീണ്ടും റെഡിൻ്റെ ഒരു ബോർഡർ ഷാഡോ പോലെ കൊടുക്കും. ഓക്കെ, ഇത്രയായില്ലേ. ഇനി നമുക്ക് റെഡ് എടുക്കാം. റെഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ലെയേഴ്സ് ഇട്ട് കൊടുക്കാം. ലെയേഴ്സ് ബേസിക്കലി ആ ഒരു ഇതിൻ്റെ മറ്റേ ഒരു ലെയറാണ്, ഈ താടി പോലെയുള്ള ലെയറില്ലേ ഈ ബേർഡിൻ്റെ. ഓക്കെ, അത് കൊടുത്തു. എന്നിട്ട് ഈ റെഡിൻ്റെ ഈ ഒരു ബോർഡർ ലൈൻ ഞാൻ ഇവിടം വരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടത് ബോർഡർ ഷെയ്ഡിങ് കൊടുക്കാം. then I'm gonna give orange. കുറച്ച് ഏരിയയിലും കൂടെ ഓറഞ്ച് കൊടുത്തിട്ട് മുകളിലേക്ക് ആകുമ്പോൾ ഓറഞ്ച് മാത്രമാവും കേട്ടോ. ഇവിടെ നിന്ന് ഓറഞ്ച് മാത്രമായിരിക്കും.
ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ ലൈറ്റ് ഓറഞ്ചാണ് കൊടുക്കുന്നത്. ത്രൂ ഔട്ട് ലൈറ്റ് ഓറഞ്ച്, ലൈറ്റായിട്ടുള്ള വളരെ ലൈറ്റ് ആ ഒരു ഡൾ ഓറഞ്ച് ഷെയ്ഡ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഈ ഭാഗത്തെത്തിയിട്ടില്ല കേട്ടോ, അത് ചെയ്യാം. ഇനി നമുക്ക് ഈ റെഡിൻ്റെ ഓരോ റെഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓറഞ്ച് കൊണ്ടും പെറ്റൽസ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു നല്ലൊരു എഫക്റ്റ് വരും. നെക്സ്റ്റ് ഈ എൻഡാണ്. ഈ എൻഡിന് മുകളിലോട്ട് വീണ്ടും നമ്മൾ റെഡ് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് റെഡിൻ്റെ ഒരു ഇത് കൊടുത്തു. എന്നിട്ട് അവിടെയൊക്കെ ഒരു റൗണ്ട് ഓഫ് ഓറഞ്ച് ഷെയ്ഡിങ്ങും കൊടുത്തിട്ട് ആ റെഡിൻ്റെ മുകളിലൂടെ ഓറഞ്ച് ലൈൻസും കൊടുത്തു. അപ്പോൾ അതിനൊരു മുടിയില്ല, ആ ബേർഡിൻ്റെ ഹെയർ കണ്ട ഇങ്ങനെ ഒരു റെഡിഷ് ഓറഞ്ചായിട്ട് വരും. നമുക്കിനി ഫേസും ഐസൊക്കെ വരയ്ക്കാനുണ്ട്. വീൽ ഡ്രോ ഇറ്റ്. റെഡ് ഇതുവരെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഡൾ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ബീക്ക് നല്ല യെല്ലോ ആണ് കൊടുക്കുന്നത്. ഈ യെല്ലോ അല്ല, ഒരു നല്ല ചന്ദനം പോലത്തെ ഒരു യെല്ലോ ഉണ്ട്. ഇനി പറ്റിയാൽ മാർക്കർ എടുത്തിട്ട് നമുക്ക് കണ്ണ് വരയ്ക്കാൻ നോക്കാം. കണ്ണ് ആക്ച്വലി ഇങ്ങനെ ഒരിത് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ പുട്ട ലൈൻ, ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ അറ്റത്തൊരു ഡോട്ട്, അത്രേ കണ്ണിന് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വിങ്സിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ബോഡി ഈ ഒരു കളർഫുള്ളായിട്ട് നമ്മൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ലെഗ് എനിക്കറിയാം, ഇറ്റ് ഇസ് ദെയർ, വിൽ ഡു ഇറ്റ്. ഇനി നമുക്ക് രണ്ട് ഭാഗത്തെയും ചിറകുകൾ ചെയ്യണം. അപ്പോൾ ചിറക് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് നേരത്തെ പോലെ ബ്ലൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു ചിറക്, ഓക്കെ. ഇനി അടുത്ത ചിറക് 2, 3, 4, 5. ഓക്കെ. ഇനി ഇപ്പുറത്തേയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ. ദിസ് ഇസ് 1, 2, 3, 4, 5. അപ്പോൾ 5 ചിറകുകളിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്ലൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബ്ലൂന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡാർക്കറിൽ ചെയ്തു, താഴത്തേക്ക് ഇറങ്ങി വന്നു. സെയിം നമ്മൾ നേരത്തെ അറ്റത്ത് മാത്രം നല്ല ഡാർക്ക് കൊടുക്കുക. ഈ ബ്ലൂവിൻ്റെ ക്വാണ്ടിറ്റി താഴേക്ക് വരുന്നതോറും കുറഞ്ഞു കുറഞ്ഞ് വരണം കേട്ടോ. അത്രയ്ക്ക് വരാൻ പാടും. ഇതിൽ കുറച്ചുകൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം. ഓക്കെ. ഇങ്ങനെ വേണം. ഇനി അടുത്ത ലെയർ നമ്മൾ ഈ ഒരു സിയാൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഇതിൽ കൊടുത്ത പോലെ തന്നെ
കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഉള്ളിൽ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ചൊരു ദൂരം വരെ നമ്മൾ റെഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വരച്ചിട്ട് ഇതാ ഇങ്ങനെ ലെയേഴ്സ് കൊടുക്കും. സെയിം ലെയർ ഇങ്ങനെ ഇവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ മണ്ഡലയൊക്കെ വരച്ചവർക്ക് നന്നായി അറിയും ഇങ്ങനത്തെ പാറ്റേൺസ് വരയ്ക്കാൻ. അപ്പോൾ ആ പെൻസിലിൻ്റെ ഇത് ലാസ്റ്റ് മായ്ച്ച് കളയട്ടോ നമുക്ക്. ഇനി അതേപോലെ ഇപ്പുറത്തും ഫസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു ലെയർ ഇങ്ങനെ വരയ്ക്കും. പിന്നെ ആ മണ്ഡലയിലുള്ള വരച്ചിട്ടുള്ള പോലത്തെ പാറ്റേൺ വരച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കും. ഇങ്ങനെ അത് അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു നമ്മുടെ ചിറക്. ഇനി നമുക്ക് കൂടുതൽ അതിലേക്ക് വർക്കുകൾ ചെയ്ത് തുടങ്ങാം. വർക്കുകൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഔട്ട്ലൈൻ. ഇനി നമ്മൾ നേരത്തെ ഇതാണ് ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീന് ത്രൂ ഔട്ട് എല്ലാത്തിലും കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യെല്ലോ. ഇനി മേജർ പാർട്ട് യെല്ലോ ആണ് കേട്ടോ വരിക. ഇതിലെല്ലാത്തിലും യെല്ലോൻ്റെ ഒരു ഷെയ്ഡ് വരും ത്രൂ ഔട്ട്. ഇനി ആദ്യം ഈ ചിറക് ശരിയാക്കിയിട്ട് നമുക്ക് അടുത്ത ചിറകിലേക്ക് പോകാം. ആൻഡ് സോ ബിഫോർ ഐ ഗോ, ഞാനിതിൽ എൻ്റെ പെൻസിൽ കൊണ്ട് വരച്ചതെല്ലാം മായ്ച്ച് കളയണം. ഓക്കെ, പെൻസിൽ കൊണ്ട് വരച്ചത് മായ്ച്ച് കളഞ്ഞു. ആൻഡ് ഐ എം ഗോണ ടേക്ക് റെഡ്. റെഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാൻ. ആ വിങ്സിൻ്റെ ഷാർപ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇനി അതിലൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഓറഞ്ച് ഷെയ്ഡിങ്, ഇങ്ങനെ പതുക്കെ പതുക്കെ ഓറഞ്ച് ഷെയ്ഡിങ് കൊടുക്കാം നമുക്ക്. ഇതിൽ ഓൾറെഡി യെല്ലോ ഉള്ളത് കൊണ്ട് ആ ട്രാൻസിഷൻ നന്നായി വരും. റെഡ് ഓറഞ്ച് യെല്ലോ എന്നുള്ള ട്രാൻസിഷൻ. ഞാൻ വീണ്ടും യെല്ലോ എടുത്തിട്ട് ഓറഞ്ചിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ പിന്നെ കൊടുക്കുമ്പോൾ ആ ഷെയ്ഡിങ് കറക്റ്റ് ആവും. ഉണ്ടോ? ഓക്കെ, സോ ആ ഒരു ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു ദിസ് ലെയർ കേട്ടോ. ഈ ലെയറിലും സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
എന്നിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും മാത്രം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം ചെറുതായിട്ട്, വളരെ ലൈറ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലെറ്റ്സ് മൂവ് ടു ഓറഞ്ച്. ഇതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ഭാഗം യെല്ലോ കാണുള്ളൂ, ബാക്കി ഫുൾ ഓറഞ്ച് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം യെല്ലോ, ഇതിവിടെ കോർണറിൽ മാത്രം കുറച്ച് സൈഡിൽ യെല്ലോ കാണും. ഇങ്ങനെയാണ് ഒരു ഫുൾ സൈഡിൽ ഇത് വരുന്നത്. ഈ ഗ്രീനൊക്കെ കുറച്ചുകൂടെ നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറക്കാം കേട്ടോ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഇതൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാം. ദിസ് സൈഡ് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോകാം. ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമോ, ഫസ്റ്റ് റെഡ് എടുത്തിട്ട് ഇനി നമുക്ക് ത്രൂ ഔട്ട് യെല്ലോ കൊടുക്കാം. യെല്ലോൻ്റെ ഒരു ഷെയ്ഡിങ്. എല്ലാവിടെയും കൂടെ യെല്ലോ വരട്ടെ. ഇനി നമുക്ക് ഓറഞ്ച് എടുത്തിട്ട് ഈ റെഡിൻ്റെ ഉള്ളിലൊക്കെ ഓറഞ്ച് കൊടുക്കാം, ഇങ്ങനെ ലൈറ്റായിട്ട്. ഇനി നമുക്ക് ആ ഓറഞ്ചിനെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി അവിടെ യെല്ലോൻ്റെ ഒരു കംപ്ലീറ്റ് ഷെയ്ഡിങ് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റെഡിന് ഇവിടെ റെഡ് കൊണ്ട് ഒന്നുകൂടെ വരയ്ക്കാൻ. അതേപോലെ ഇവിടെ റെഡിന് ചെറിയൊരു ഷെയ്ഡിങ് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡിങ് കൊടുക്കാം. ചെറിയൊരു ഭാഗം മാത്രം യെല്ലോ കാണുന്ന രീതിയിൽ. ഇനി അവിടെ യെല്ലോ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്തു. ഇനി മുകളിലത്തെ ലെയറിലും നമ്മൾ ഒരു ലെയർ യെല്ലോന് ഒരു കുഞ്ഞ് ലെയർ വിട്ടിട്ട് വി വിൽ ഷെയ്ഡ് ഓറഞ്ച്. ഞാൻ യെല്ലോ കൂടെ ഒന്ന് നല്ല യെല്ലോ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നോർമൽ പെൻസിൽ ഷെയ്ഡിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ടേക്ക് മൈ ടിഷ്യൂ എടുത്തിട്ട് ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കളേഴ്സൊക്കെ
അവർക്കതൊന്ന് സെറ്റാവാൻ വേണ്ടി നമ്മളതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എനിക്ക് ഈ ഒരു ചിറകിൽ കുറച്ചധികം യെല്ലോ കൂടുതലുള്ള പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതിൽ ഓറഞ്ച് കുറച്ചുകൂടെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. കാരണം അതിൽ ഭയങ്കര യെല്ലോ കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പം ഞാനതൊന്ന് ഇതാക്കി ഇത് താഴേക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഗ്രീനിനെ ഒന്ന് കുറച്ചും കൂടെ ഇറക്കുന്നുണ്ട്. കണ്ടോ? ഓക്കെ. സോ നമ്മുടെ ഏകദേശം ഫീനിക്സ് ഓൾമോസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ലെഗ് ചെയ്യാനുണ്ട് കേട്ടോ. ലെറ്റ്സ് ഡു. ലെഗിന് ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഔട്ട്ലൈൻ ഇതാ ഇങ്ങനെ 2 കാല് വരച്ചു. ഓക്കെ. എന്നിട്ട് ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഡള്ളായിട്ടുള്ളൊരു ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഒരു ഡാർക്ക് ഓറഞ്ച് ടോൺ ഉണ്ട്, അതിൽ ഈ കളർ കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഞാൻ ബ്രൗണിൻ്റെ തന്നെ ഷെയ്ഡിങ് വേറെയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അതിനൊന്ന് എടുത്ത് ഒരു ഡള്ളായിട്ടൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ അറ്റം മാത്രം ഒന്ന് ബ്ലാക്ക് ഇങ്ങനെ നഖമുള്ള പോലെ കൊടുക്കാം. സോ ദിസ് ഇസ് ആർ ഒരു മൾട്ടി കളർ ഫീനിക്സ് പോലത്തെ ബേർഡ് കേട്ടോ. ഐ നെവർ തോട്ട് ദിസ് വുഡ് കം ദിസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്ര എത്തിയില്ലെങ്കിലും ബട്ട് ദിസ് ലുക്സ് സോ നൈസ്.